ബിജെപിയുടെ പുതിയ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ലെന്ന് നിലവിലെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസ് പറഞ്ഞു. ആർക്കെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ പരിഹരിക്കും. ആരും ഇതുവരെ അതൃപ്തി അറിയിച്ചിട്ടില്ല. ബിജെപി കൗൺസിലർമാർ വിമതയോഗം ചേർന്നതിനെക്കുറിച്ച് അറിവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, പാർട്ടി സംവിധാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാ ഭാഗവും കേൾക്കുന്ന ഒരു പാർട്ടിയാണ്. ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടി പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല നേതൃത്വം എന്നാണ് ഇപ്പോൾ ഈ അതൃപ്തരുടെ യോഗത്തിൽ അവർ. അല്ല, അതെനിക്കറിയില്ല. അത് അവരുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് യോഗം എങ്ങനെയാണെന്ന് അറിയാതെ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത്. വോട്ടുകൾ നേടിയ ആളുകളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് സംഘടനയ്ക്ക്. അവരാണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതെനിക്കറിയാം. പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത ഇനിയുണ്ടോ? അല്ല, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കപ്പെടണമല്ലോ. നോമിനേഷന്റെ സമയം കഴിഞ്ഞില്ലേ, ഇനി ഇത് പരിഹരിക്കാൻ കഴിയുമോ? അല്ല, അതൊരു ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും. അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ട്. ഈ അതിർത്തി ഒരു കൃത്യമായി തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? അറിയില്ല, അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ അധ്യക്ഷനെ അറിയിച്ചിട്ടില്ല. ഈ ബിജെപിയുടെ ഭരണഘടന പ്രകാരം ഒരു പ്രായപരിധി ഉണ്ടോ ജില്ലാ പ്രസിഡന്റ് ആവാൻ? അല്ല, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനത്തെ കുറിച്ച് അറിയില്ല. അല്ല, ബിജെപിയുടെ ഭരണഘടനയെ കുറിച്ച് അറിയില്ല. അല്ല, അതല്ല, ഇപ്പോഴത്തെ സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതില് അതിനെ കുറിച്ച് കൂടുതൽ പ്രായപരിധി സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഇളവ് കൊടുക്കാം, ചിലപ്പോൾ അതിന് ചില മാറ്റങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുത്താം. അല്ല, ഇത്തവണ ബിജെപി അവരുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഓരോ ജില്ലകളിലും 2 കമ്മിറ്റികൾ എന്ന നിലയ്ക്ക് വന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു മാനദണ്ഡം എന്തെങ്കിലും നിശ്ചയിച്ചിരുന്നോ? അല്ല, ഇതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ മാനദണ്ഡങ്ങളൊക്കെ പിന്നെ ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല, അവർ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അല്ല, ഇതിൽ വോട്ടെടുപ്പില്ലെന്ന്. ഇത് വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഒരു മാനദണ്ഡവും ലംഘിച്ചില്ല എന്ന് തന്നെയാണോ പറയുന്നത്? അല്ല, അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് ടോക്കൺ എടുക്കുന്നതിനിടെ